സ്വർഗീയ പാതയെ തന്നവനേ, എത്ര നല്ലവൻ എന്റെ കാതൻ, വർണ്ണിപ്പാനാവില്ല നിന്നാമത്തെ, തൻ മഹിമാവേടിങ്ങൻ പേർക്കായി തന്ന നിൻ സ്നേഹം ഉന്നതമേ. ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് പറയുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും പ്രശസ്തിയുള്ളതായിരിക്കുന്ന പ്രചാരമുള്ളതായിരിക്കുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വേദപുസ്തകത്തിന് ഇത്ര പ്രചാരം എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ വചനം ആയതുകൊണ്ടാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അർത്ഥാൽ ദൈവം തൻ്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യരോട് അവർ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി നൽകിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഈ വേദപുസ്തകത്തിന് ഒഴികെ വേറെ എങ്ങും ദൈവത്തിൻ്റെ ആയിരുന്ന അരുളപ്പാടുകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വേദപുസ്തകത്തിൽ തന്നെ ഈ വേദപുസ്തകം ഏത് നിലയിൽ ഒരു ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുവാനായിട്ട് പല ഉപമാനങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. അതിലെ ഒരു ഉപമാനം എന്ന് പറയുന്നത് തീയോട് ദൈവത്തിൻ്റെ വചനത്തെ ഉപമിച്ചിരിക്കുകയാണ്. നമുക്ക് വളരെ സാധാരണ മനസ്സിലാക്കുന്ന ഒന്നാണ് തീ എന്ന് പറയുന്നത്. തീണയ്ക്കുന്ന രണ്ട് ഉദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്ന ഒരു പ്രവൃത്തി. രണ്ട്, ദഹിപ്പിക്കുക എന്നുള്ളതായിരുന്ന പ്രവൃത്തി. ശുദ്ധീകരിക്കുവാൻ കഴിയാത്ത എല്ലാത്തിനെയും തീ ദഹിപ്പിക്കും. ദഹിപ്പിക്കുവാൻ കഴിയാത്ത എല്ലാത്തിനെയും തീ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടെ പറയാം, ശുദ്ധീകരിക്കുവാൻ കഴിയാത്ത എല്ലാറ്റിനെയും തീ ദഹിപ്പിക്കും. ദഹിപ്പിക്കുവാൻ കഴിയാത്ത എല്ലാറ്റിനെയും തീ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇത് വാസ്തവത്തിൽ ഒരു ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന വലിയ ഒരു മനോഹരമാക്കുന്ന പ്രക്രിയയാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ജീവിതങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. എത്ര മലിനമായിരിക്കുന്ന ജീവിതമായാലും ആ ജീവിതത്തെ സമ്പൂർണ്ണമായി ശുദ്ധീകരിച്ച് നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരുന്ന ഒന്നാണ്. എന്നാൽ ശുദ്ധീകരിക്കപ്പെടുവാൻ മനസ്സില്ലാത്തായിരിക്കുന്ന അതേ ജീവിതത്തെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ നശിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നതും ഈ ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. മറ്റൊരു താരതമ്യം വേദപുസ്തകത്തിൽ കാണുന്നത് ഒരു ചുറ്റികയോട് അതിന് ഉപമിച്ചിരിക്കുകയാണ്. എന്താണ് ചുറ്റിയുടെ ഉപയോഗം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇത് തകർക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന ഒന്നാണ്. എത്ര കഠിനമായിരിക്കുന്ന ഹൃദയമായാലും എത്ര കഠിനമായിരിക്കുന്ന ജീവിതത്തിനായിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് ആ ജീവിതത്തെ തകർക്കുവാൻ അല്ലെങ്കിൽ മാറ്റുവാനായിട്ട് കഴിയും എന്നത് കാണിക്കുന്ന ഒരു വസ്തുതയാണ്. പ്രിയ സ്നേഹിത, നിന്റെ ഹൃദയം എത്ര കഠിനമുള്ളതായാലും അതിനെ തകർക്കുവാൻ അല്ലെങ്കിൽ മാറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു താരതമ്യം എന്ന് പറയുന്നത് പാലിനോട് അതിനെ ഉപമിച്ചിരിക്കുകയാണ്. പാൽ നമുക്കറിയാം പോഷക ഗുണമുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ പോഷിപ്പിച്ച് വളർത്തുവാൻ ആവശ്യമെടുക്കുന്ന എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശിശു പാല് കുടിക്കുന്നത് പോലെ ഒരു ദൈവവചനം ആഹരിക്കുമ്പോൾ അവൻ ആത്മീയമായിട്ട് പുഷ്ടിയുള്ളവനായിട്ട് സമ്പന്നനായിട്ട് തിരികണം. മറ്റൊന്നാണ് കണ്ണാടി എന്ന് പറയുന്നത്. കണ്ണാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ദിവസം നാം പല ആവർത്തി മാറി മാറി നോക്കുന്ന ഒന്ന് കണ്ണാടിയാണ്. എന്തിനാണ് നോക്കുന്നത്? നാം എങ്ങനെ ഇരിക്കുന്നു, എന്ത് വ്യത്യാസങ്ങൾ വരുത്തണമെന്നൊക്കെ അറിയുവാൻ നാം വാസ്തവത്തിൽ എത്രയോ പ്രാവശ്യം കണ്ണാടി മുൻപിൽ നിൽക്കുന്നു. ഒരു കണ്ണാടി ഒരിക്കലും കളവ് പറയുകയില്ല. നമ്മുടേതായിരിക്കുന്ന അവസ്ഥ ശരിയായിരിക്കുന്ന നിലയിൽ തുറന്ന് കാണിക്കുന്ന ഒന്നാണ് കണ്ണാടി. ആര് നിന്നാലും, വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, സൗന്ദര്യമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നീ ആരാണ്, എങ്ങനെയുള്ളവനെന്ന് കണ്ണാടി തുറന്ന് പറയും എന്നുള്ള സത്യമാണ്. ദൈവവചനം ചെയ്യുന്നതും ആ കാര്യമാണ്. ദൈവവചനം ആ നിലയിൽ പറയുന്ന ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ ഞാൻ പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവവചനത്തിന് എന്ന കണ്ണാടിയുടെ മുൻപിൽ നീ നിൽക്കുമ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുന്നത്, മനുഷ്യ നീ ഒരു പാപിയാണ്. എത്ര വലിയവനാകട്ടെ, ഏത് മതവിശ്വാസിയാകട്ടെ, നിന്നോട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുവാനായിട്ടുള്ളത് നീ ഒരു പാപി എന്ന കാര്യമാണ്. മറ്റാരും അത് പറഞ്ഞു എന്ന് വരികയില്ല. നീ നല്ലവനാണ്, നല്ല ജീവിതം ചെയ്യുന്നവനാണെന്നൊക്കെ മനുഷ്യൻ പറഞ്ഞേക്കാം. എന്നാൽ നിന്നെ സ്നേഹവാനായ ദൈവം ആ വചനമെന്ന കണ്ണാടിയിൽ മുൻപിൽ നിൽക്കുമ്പോൾ നിന്നോട് പറയുന്നത് നീ ഒരു പാപി എന്ന സത്യമാണ്. 2, അതേ വചനം തന്നെ പറയുന്നത് അത് പോട്ടെ സാരമില്ല എന്നല്ല, ആ പാപത്തിനൊരു ശിക്ഷയുണ്ട് എന്നും ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വേദപുസ്തകം നിന്നോട് പറയുകയാണ്. അതുകൊണ്ട് നിൽക്കുന്നില്ല. പാപിയാണെന്ന് പറഞ്ഞതുകൊണ്ടോ പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ തീരുന്നില്ല. എന്നാൽ രക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ വചനം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയ സ്നേഹിത, നീ പാപിയാണ്,
പാപത്തിന് ശിക്ഷയുണ്ട് എന്നുകൊണ്ട് നീ നിരാശപ്പെടണ്ട. ആ പാപത്തെ ക്ഷമിച്ച് നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുന്നതും അതേ വേദപുസ്തകം തന്നെയാണ്. എന്നാൽ വേദപുസ്തകം ഊന്നി പറയുന്ന മറ്റൊരു സത്യം എന്ന് പറയുന്നത് രക്ഷ യേശുക്രിസ്തുവിൽ കൂടെ മാത്രം എന്ന വസ്തുതയാണ്. പ്രവൃത്തികളല്ല, നമ്മുടെ ജീവിത ക്രമീകരണങ്ങളല്ല, യേശുക്രിസ്തുവിലാകുന്ന വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു തരുന്നത് ഈ സത്യവേദ പുസ്തകമാണ്. മറ്റൊരു പുസ്തകവും ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് വരികയില്ല. നീ പാപിയാണ് എന്ന് ഈ വേദപുസ്തകം നിന്നോട് പറയുകയാണ്. ഈ പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് വേദപുസ്തകം പറയുകയാണ്. എന്നാൽ നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, നിന്നെ രക്ഷിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, ഇത് കഥാപാരിക്കുന്ന യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും, ഒരു മനുഷ്യനും, ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും ഏത് തരത്തിൽ ജീവിക്കുന്നവനായാലും ഒരിക്കലും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. എന്നാൽ ഞാൻ മുഖാന്തരം എന്നിൽ വിശ്വസിച്ചാൽ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ എത്താമെന്നും യേശുക്രിസ്തു അതിൽ കൂടെ വാഗ്ദാനം ചെയ്യുകയാണ്. നോക്കുക, ഇത്ര മനോഹരമായി നിന്റെ അവസ്ഥ വിളിച്ചു പറഞ്ഞു തരുന്ന ഏത് ഗ്രന്ഥമുണ്ട്? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? നീ നല്ലവനായി തീരുവാൻ, നിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നീ അനുഭവിക്കാൻ വേണ്ടി നിന്റെ അവസ്ഥ തുറന്നു കാണിക്കുകയാണ്. ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് നമ്മളാകുന്ന രോഗത്തെക്കുറിച്ച് ഉള്ള നിലയിൽ നമ്മെ പരിശോധിച്ച ശേഷം തുറന്നു പറയുന്ന ഒരു ഡോക്ടറെയാണോ, അതൊന്നും കുഴപ്പമില്ല പോട്ടെ എന്ന് പറയുന്ന ഡോക്ടറെയാണോ നാം സ്നേഹിക്കുക? നാം തീർച്ചയായിട്ടും നമ്മുടെ രോഗങ്ങൾ മനസ്സിലാക്കി നമുക്ക് ചികിത്സിക്കുന്ന ആ ഡോക്ടറെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിന്റെ രക്ഷിതാവായിരിക്കും ദൈവം പറയുന്നത്, മനുഷ്യൻ നീ ഒരു പാപിയാണ്. അത് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിൻ്റെതായിരിക്കുന്ന അവസ്ഥ അത് തുറന്ന് പറയുകയാണ്. നമ്മോട് പറയുന്ന രോഗം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ നിന്റെ അവസ്ഥ അവന് തുറന്ന് പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹവാനായ ദൈവം സ്നേഹത്തോടും മനസ്സരിവോടും നിന്നോട് പറയുന്നത്, നീ ഒരു പാപിയാണ്. 2, നിന്റെ പാപത്തിന് ഒരു ശിക്ഷ ഉണ്ട്, എന്നാൽ രക്ഷിക്കുന്നവനായ ഒരു ദൈവമുണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷകരമായിരിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു വാർത്തയാണ്. ആരാണ് രക്ഷിതാവ്? ഒരേ ഒരുവൻ, അതാണ് കഥാപാരിക്കുന്ന യേശുക്രിസ്തു. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ പാപിയാണെന്നും പാപത്തിന് ശിക്ഷയുണ്ടെന്നും രക്ഷിക്കുന്നൊരു ദൈവമുണ്ടെന്നും ആ രക്ഷിതാവ് യേശുക്രിസ്തു മാത്രമാണെന്നും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നീ ഒരു പാപിയാണ് എന്ന് സമ്മതിക്കുക. 2, യേശുക്രിസ്തു നിനക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് നീ വിശ്വസിക്കുക. 3, നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറഞ്ഞ് അനുദപിക്കുക. 4, അവന് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാം. ഇങ്ങനെ ചെയ്താൽ നിന്റെ സകല പാപങ്ങളും ക്ഷമിക്കും എന്ന് ഉറപ്പ് നൽകുന്നതും ഈ വേദപുസ്തകമാണ്. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഈ വേദപുസ്തകം എത്രയോ ധന്യമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ വേദപുസ്തകം എത്രയോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു, എത്രയോ ജീവിതങ്ങൾക്ക് ആശ്വാസം നൽകിയിരിക്കുന്നു, എത്രയോ ജീവിതങ്ങൾക്ക് സമാധാനം നൽകിയിരിക്കുന്നു. നിങ്ങൾ ഇത് വായിച്ചിട്ടുള്ള വ്യക്തിയാണോ? ഇല്ലെങ്കിൽ ഈ വേദപുസ്തകം വായിക്കുക. ഇതിൻ്റെ താളുകളിൽ ഞാൻ പറഞ്ഞ സത്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരുന്നു. നീ ആരാണ് എന്ന് ഈ വേദപുസ്തകം നിന്നോട് പറയും. നീ എന്ത് ചെയ്യണം എന്ന് ഈ വേദപുസ്തകം നിന്നോട് പറയും. നീ എന്ത് ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്തുണ്ടാകുമെന്നുമെല്ലാം വ്യക്തമായി നിന്നോട് പറയും. ഈ പുസ്തകത്തെ നീ സ്നേഹിക്കുക. ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ദൈവത്തെ നീ അറിയുക. അങ്ങനെ അറിഞ്ഞാൽ നിന്റെ ജീവിതം ധന്യമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരും. വരും ദിവസങ്ങളിൽ ഈ വേദപുസ്തകം വായിക്കുന്നവരായി, അതിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നവരായി ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.